മക്കളെ ഞങ്ങൾ റിയാദിലെ ഹീറ്റ് കേവ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഹീറ്റ് കേവ് ഒക്കെ ഇപ്പോൾ ക്ലോസ്ഡാണ്. നമ്മൾ കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിലൂടെയൊക്കെ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്. അതിലൂടെയൊക്കെ പോയിട്ട് ചാടി കിടന്ന് ഉള്ളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുറേ ആളുകൾ. അപ്പോൾ ഹീറ്റ് കേവിൻ്റെ കവാടം ഇപ്പോൾ ക്ലോസ്ഡാണ്. അപ്പോൾ ഹീറ്റ് കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ ഒരു വാട്ടർ സോഴ്സാണത്. അപ്പോൾ റിയാദിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഉള്ള ഒരു വാട്ടർ സോഴ്സാണത്. പണ്ട് കാലത്തൊക്കെ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലത്തൊക്കെ അവർ മിലിറ്ററി ഫോഴ്സിന് വേണ്ടി യുദ്ധങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ അതിലെ വള്ളങ്ങളൊക്കെ ഉയർന്നു താഴ്ന്നു പൊങ്ങി വരുന്നുണ്ട്. ചില ടൈമിൽ ഉയരും, ചില ടൈമിൽ കുറയും. അപ്പോൾ ഇത് പ്രകൃതിദത്തമായ ഒരു വാട്ടർ സോഴ്സ് സൗദി അറേബ്യയിൽ കണ്ടെത്തിയത് 1930കളിലാണ് ഇത് കണ്ടെത്തുന്നത്. ആ ടൈമിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാദിൽ. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. ഇതിൻ്റെ എൻട്രൻസ് കവാടം എന്നാണ് ഒരു കണ്ണ് ഷേപ്പ്, നിങ്ങൾ കാണുന്ന ഒരു കണ്ണ് ഷേപ്പ് പോലെ ആണ് ഇതിൻ്റെ എൻട്രൻസ് കവാടം എന്ന് പറയപ്പെടുന്നു. പിന്നെ ഹൈഡ്രേറ്റ് കല്ലുകളൊക്കെ ആദ്യമായി സൗദിയിൽ കണ്ടെത്തിയത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെയാണ് ഈ ഹീറ്റ് കേവിൻ്റെ ഹിസ്റ്ററി റിയാദിൽ. അപ്പോൾ വരുന്നവർ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി വരിക. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ആളുകളൊക്കെ ഉള്ളിൽ കയറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫെൻസിങ്ങൊക്കെ ചാടി കടന്ന് റിസ്ക് എടുത്ത് കയറുകയാണ്. ഗവൺമെൻറ് എല്ലാ സുരക്ഷാ മുൻകരുതലും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് കണ്ട നിങ്ങൾ കണ്ണിൻ്റെ ഷേപ്പുള്ളത് ഇതാണ് ഹീറ്റ് കേവിൻ്റെ കവാടം. പിന്നെ അത് ജലസ്രോതസ്സാണ്, പ്യൂർ വാട്ടറാണെന്ന് പറയുന്നത്. ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് 1930 കാലഘട്ടങ്ങളിൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലഘട്ടത്തിലൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ. വരുന്നവർ വരിക, കണ്ടാൽ പോവുക.